നോബൽ മാരിക്കാരനും ശരത് കെ ശശിയും ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ആദ്യം നോബലിലേക്ക്. നോബൽ, എല്ലാ കണ്ണുകളും ദില്ലിയിലാണ്. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉറ്റുനോക്കുകയാണ്. ഏതൊക്കെ നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്? കേരളത്തിൽ നിന്ന് എത്രത്തോളം നേതാക്കൾക്ക് ക്ഷണമുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിൽ തീരുമാനമായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്? വിനീത, ഇന്നിപ്പോൾ വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് രാജ്യത്തെ വിപുലമായ രീതിയിൽ തന്നെ രാജ്യത്തെ ക്ഷണം ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, രാജ്യത്തെ മുഴുവൻ MP-മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിമാരെ മുഴുവൻ ക്ഷണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം അടക്കം പോവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ BJPയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാന നേതാക്കളും, പ്രത്യേകിച്ച് K. സുരേന്ദ്രനാണെങ്കിലും V. മുരളീധരനാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ പറയുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, P. K. കൃഷ്ണദാസ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ദില്ലിയിൽ ഉണ്ട്. അത്തരത്തിൽ BJPയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളോടും എത്താനുള്ള നിർദ്ദേശം അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. പിന്നീടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ രാവിലെ കേരള ഹൗസിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്ത് ലഭിച്ചത്. മുഖ്യമന്ത്രി പക്ഷേ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ന് വൈകിട്ട് കേരളത്തിലേക്ക് മടങ്ങുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മറ്റ് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാൻ ഇടയില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. അതേസമയം പ്രതിപക്ഷത്തിന് ഏറെ വൈകിയാണ് ഈ ക്ഷണക്കത്തുകൾ ലഭിച്ചത് എന്ന ഗുരുതര ആരോപണം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രധാനമായും അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കുക. അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നാണ് മറ്റ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഡി രാജ അടക്കമുള്ള നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതും തങ്ങൾ ആരും പങ്കെടുക്കുന്നില്ല, പക്ഷേ തങ്ങളെ പ്രതികരിച്ചുകൊണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. കനത്ത സുരക്ഷയിലാണ് ദില്ലി ഉള്ളത്. മൊത്തം 8000-ഓളം വരുന്ന ആളുകൾക്കാണ് ക്ഷണം ഉള്ളത്. പ്രധാനപ്പെട്ട അയൽരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീലങ്ക, മ്യാൻമാർ, ഭൂട്ടാൻ, അതോടൊപ്പം തന്നെ അത്തരത്തിൽ അയൽരാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള മറ്റ് അയൽരാജ്യങ്ങളെല്ലാം രാഷ്ട്രതലവന്മാർ എന്താണെങ്കിലും ദില്ലിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വൈകുന്നേരം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ BJPയുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ദില്ലിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ദില്ലി പൂർണ്ണമായും സത്യപ്രതിജ്ഞ ചടങ്ങിന് ഒരുങ്ങിയിരിക്കുന്നു. സുരക്ഷാ സജ്ജീകരണങ്ങളും അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരുക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1100-ഓളം വരുന്ന ഉദ്യോഗസ്ഥരെ ട്രാഫിക് നിയന്ത്രണങ്ങൾക്ക് വേണ്ടി മാത്രം വിന്യസിച്ചിട്ടുണ്ട്. 2500-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ രാഷ്ട്രപതി ഭവനും അതിൻ്റെ പരിസരവുമായ പ്രദേശങ്ങളിലൊക്കെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം 5 കമ്പനി കേന്ദ്രസേന അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് സംവിധാനങ്ങൾ എല്ലാം ആധുനികമായ എല്ലാ CCTV സംവിധാനങ്ങളടക്കം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ശുചീകരണ തൊഴിലാളികൾ, സെൻട്രൽ വൃത്സാര പദ്ധതിയുടെ മറ്റ് തൊഴിലാളികൾ അടക്കം നിരവധി ആളുകൾ, പ്രത്യേകിച്ച് വന്ദേ ഭാരതിൻ്റെ ലോക്കോ പൈലറ്റുമാർ അടക്കമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ക്ഷണമുണ്ട്. അത്തരത്തിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു വലിയ വിപുലമായ ചടങ്ങാക്കി മാറ്റാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ, അതിൻ്റെ ബാക്കി മിനുക്കുപണികളിലൊക്കെയാണ് രാജ്യതലസ്ഥാനം ഉള്ളത്. അതീവ ജാഗ്രതയും ഒപ്പം അതീവ സുരക്ഷയും കൂടി ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം BJPയുടെ ഭാഗത്തുനിന്ന് പലയിടത്തും അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഇപ്പോഴേ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി. നോബൽ, ഏറ്റവും ആകാംക്ഷ ആരൊക്കെയാകും മന്ത്രിമാർ? ഏതൊക്കെ വകുപ്പുകൾ ലഭിക്കുമെന്നതാണ്. JDU-വിനും TDP-ക്കും എത്ര മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശരത് കെ ശശി നൽകും അത് സംബന്ധിച്ച വിവരങ്ങൾ. ശരത്ത്, മുതിർന്ന നേതാക്കളെ ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരെയൊക്കെ നിലനിർത്തുന്നു. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, S. ജയശങ്കർ തുടങ്ങിയവരെല്ലാം കീ പോസ്റ്റുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പുതിയ ലിസ്റ്റ് വരുന്നത്? ഏതൊക്കെ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്? വിനീത, രണ്ടാം മോദി മന്ത്രിസഭയിലെ മുഖങ്ങളിൽ വലിയ മാറ്റം NDA സർക്കാരിൻ്റെ പുതിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലുള്ള മുഴുവൻ മന്ത്രിമാരും, അതായത് പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യ മന്ത്രി അടക്കമുള്ള, വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകൾ, അവരെയൊക്കെ തന്നെ ഇത്തവണയും ഈ ക്യാബിനറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി BJP തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വകുപ്പുകളിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം, നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, S. ജയശങ്കർ, ഇവരുടെയൊക്കെ തന്നെ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായി രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് നിറഞ്ഞു നിന്ന ആളുകളെല്ലാം ഈ പുതിയ സർക്കാരിലും ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. നിലവിൽ 36 BJP മന്ത്രിമാരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ 36 പേരെ കൂടാതെ 1 ഡസനോളം വരുന്ന ഘടകകക്ഷി മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അങ്ങനെ 50ഓളം പേർ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ആ ചായ സൽക്കാരം പൂർത്തി
പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 2019 സത്യപ്രതിജ്ഞ നടന്നപ്പോൾ 58 പേരായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 50-അടുത്ത് ആളുകൾ മാത്രമാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി ഏതായാലും എത്തിയിട്ടില്ല. അങ്ങനെ ചില ആളുകൾ പങ്കെടുക്കാത്തത് നോക്കുമ്പോൾ ഏകദേശം ഒരു ഫുൾ ക്യാബിനറ്റ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കുന്നത് നേരത്തെ കുറെ കൂടി വകുപ്പുകൾ വീതം വെച്ച് നൽകിയ ഒരു രീതി 2019 ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ വകുപ്പുകൾ കുറെ കൂടി ഒരു മന്ത്രി തന്നെ അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് വേണം ഈ ലിസ്റ്റ് കാണുമ്പോൾ, അതിലെ അംഗസംഖ്യ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഘടകകക്ഷികൾ മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിൽ തന്നെ TDPയും അതുപോലെ JDUവും ഈ രണ്ട് പാർട്ടികളും ഏകദേശം ഒരു 5 മന്ത്രിസ്ഥാനങ്ങളെങ്കിലും ചുരുങ്ങിയത് വേണം. രണ്ടുപേരും ആ രീതിയിലായിരുന്നു അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2 വീതം മന്ത്രിമാരാണ്. JDUവിൻ്റെ 2 പേരും അതുപോലെ തന്നെ TDPയുടെയും. JDUവിൽ നിന്ന് ലലൻ സിംഗും അതുപോലെ തന്നെ രാംനാഥ് ഠാക്കൂറുമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ TDPയുടെ കാര്യത്തിലും അതുപോലെ തന്നെ റാംമോഹൻ നായിഡുവും ചന്ദ്രശേഖർ പെമ്മസാനിയും ആ ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ ഈ സർക്കാർ തയ്യാറാകുന്നു, അല്ലെങ്കിൽ BJP തയ്യാറാകുന്നു. പക്ഷേ വലിയ തോതിലുള്ള വിട്ടുവീഴ്ച BJP ചെയ്തിട്ടില്ല എന്നതാണ് ഈ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് രാംദാസ് അഥാവലയെ പോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവിനെ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയെങ്കിലും JDUവിൻ്റെയും TDPയുടെയും സമ്മർദ്ദത്തിന് വലിയ തോതിൽ വഴങ്ങുമെന്ന് ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടാനാകില്ല. ഏതായാലും ആ വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം NCP അജിത് പവാർ വിഭാഗത്തിന് അവർക്ക് മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് അവർ വിയോജിപ്പുകളുടെ പുറത്ത് മാറി നിൽക്കാൻ തീരുമാനിച്ചതാണോ അല്ല BJP ബോധപൂർവം ഒഴിവാക്കിയതാണോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് BJP NCPയെ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ NCP നേതാക്കളുമായി ദില്ലിയിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് ചർച്ച നടത്തുകയാണ്. വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ. ഇപ്പോൾ നേതാക്കളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇനി വൈകിട്ടായിരിക്കും ഈ നേതാക്കളെല്ലാം രാഷ്ട്രപതി ഭവനിലേക്ക് പോവുക.